കുറ്റാന്വേഷണ സിനിമ ആയതുകൊണ്ടായിരിക്കാം ആവശ്യമില്ലാതെയാണെന്ന് ഒരുപക്ഷെ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു രംഗമുള്ളത് നമ്മുടെ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. കെ മധുവിന്റെ സിനിമയാണ്. എസ്.എൻ. സ്വാമിയാണ് ഇതിനെ എടുത്ത് നിർവഹിച്ചിട്ടുള്ളത്. ഈ സിനിമയിൽ ഏകദേശം പകുതിയോടെത്തുമ്പോൾ മമ്മൂക്കയും ഒപ്പം തന്നെ ഏട്ടനായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ അതുല്യനായിട്ട് നടൻ ജഗതി ചേട്ടനാണ്. രണ്ടുപേരും ഏട്ടനാനുജന്മാരാണ്. ഏട്ടനായിട്ടുള്ള ജഗതി ചേട്ടൻ ഭയങ്കര പിശുക്കനാണ്. എല്ലാ കാര്യത്തിനും വളരെ പിശുക്ക് നടത്തുന്ന ഒരാളാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് തന്റെ ഏട്ടൻ ഒരുപാട് കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ടെന്നും ഒരു വലിയ ഓർഫണേജിന് ഒരു വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് തന്റെ ഏട്ടൻ തിരിച്ചറിയുന്നുണ്ട്. അന്ന് രാത്രി എങ്ങാണ്ടാണ് ഏട്ടന്റെ ഒരു ഡയറി വായിക്കാൻ ഈ ഒരു മനുഷ്യൻ ഇടയാവുന്നത്. ആ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ സ്വത്തുക്കളെല്ലാം അനിയന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്നുള്ള ഒരു ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹത്തിന് തൊട്ട് പിറ്റേ ദിവസം അതിന് താഴത്തെ മറുപടിയായിട്ട് മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രം അനിയൻ കുരുവള എന്ത് എഴുതി വയ്ക്കുന്നുണ്ട്. ആ എഴുത്തുമായി സംസാരത്തിൽ പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ